എന്തെങ്കിലും വീടിപ്പോൾ ഇവിടെ തന്നെയാണ്, അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. എല്ലാം അറിയുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ അയ്യോ ഞാനങ്ങനെ കമ്പനിയാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അത് ചോദിച്ചിട്ടായിരിക്കും. ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മിങ്കിളാവില്ല, അതാ പ്രശ്നം. പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല ആ ഒരു രീതി തന്നെയാണ്. പക്ഷെ പൊതുവെ ആൾക്കാർക്ക് സംസാരിക്കില്ല. എന്നിട്ട് നാട്ടുകാർക്കുള്ള ക്ഷണിക്കാൻ ഭയങ്കര ജാടയാണ്. പക്ഷെ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കില്ല ആരടുത്തും. അത് അങ്ങോട്ട് കയറി ചിരിക്കില്ല, ഇങ്ങോട്ട് ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരെ ഫുൾ ടൈം ചിരിയായിരിക്കും. അതെൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഫുൾ എപ്പോഴും ടൈം നമ്മൾ ഇറങ്ങി നടക്കാത്തതുകൊണ്ട് ഞാൻ കാണുമ്പോൾ എന്തോ പ്രശ്നം തോന്നേനെ. കാണുമ്പോൾ കുറേ പേർക്ക് ഒരു വേണ്ടവളോട് മിണ്ടണ്ട അങ്ങനെ ഒരു തോന്നൽ സിമ്പിൾ എന്നല്ല, ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അതേമാതിരി. അല്ലാണ്ട് ഇങ്ങോട്ട് നമ്മൾക്ക് റോങ് ആയിട്ട് നിൽക്കുക വെച്ചാൽ അവരോടത്തും ഞാൻ അയ്യോ ഞാൻ പാവാണേ നിഷ്കളങ്കയാണ് എന്നോട് നല്ല രീതിയിൽ നിൽക്കണേ അങ്ങനെ എനിക്ക് തോന്നില്ല. ഇങ്ങോട്ട് ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ അതേമാതിരി എനിക്ക് അങ്ങോട്ട് നിൽക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നമ്മളെ ചീത്ത വിളിക്കാൻ തെറി വിളിക്കാൻ വെച്ചാൽ അതേ എന്ത് തെറി അവർ വിളിച്ചാൽ അതെനിക്ക് അങ്ങോട്ട് വിളിക്കാൻ തോന്നും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അച്ഛൻ പറയും നമ്മുടെ സംസ്കാരത്തിനെ ചേർന്നല്ല ഒരാളെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു വെച്ചിട്ട് നമ്മൾ ആ അതേ പദപ്രയോഗം അങ്ങോട്ട് വിളിക്കുന്നത് നമ്മുടെ സംസ്കാരം. എനിക്കറിയാം എനിക്ക് അത്ര സംസ്കാരമുള്ളൂ. എന്നെ ഇങ്ങോട്ട് ഒരു തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ചു എന്നല്ല പറയുന്നത്. അങ്ങനെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ വിളിച്ചിട്ടുണ്ടാ ഇൻകേസ് അങ്ങനെ വരപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വല്ല കമന്റ് വരികയാണെങ്കിൽ പല കമന്റ്സും ഞാൻ ഡിലീറ്റ് ആക്കാറൊന്നുമില്ല. ഇഷ്ടപ്പെടുന്ന കമന്റ്സ് ആണെങ്കിൽ ലൈക്ക് കൊടുക്കില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അത്രയും വൾഗറായിട്ടാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ പോസ്റ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ആക്കാനും അപ്പോഴും നിൽക്കില്ല. ഞാൻ അവരുടെ പോസ്റ്റ് പോയി അവരുടെ പ്രൊഫൈലിൽ പോയി കയറും. അവർ ലാസ്റ്റ് ഇട്ട ഫോട്ടോൻ്റെ താഴെ എനിക്ക് തോന്നിയത് ഞാൻ അനുഭവിക്കണെന്നുള്ള അവർക്കും ഒന്നും അറിയണം. അത്ര നമ്മളത് ഡിലീറ്റ് ആക്കിയ അല്ലെങ്കിൽ നമ്മളവരെ ബ്ലോക്ക് ആക്കിയ റിപ്പോർട്ട് അടിച്ച് ചെയ്യുക അവർക്ക് വേറെ ഫേക്ക് ഐഡിന്ന് വേറെ നാളെ ഒട്ടുമിക്ക അത് ഒറിജിനൽ ഐഡി അവരെ ഫേക്ക് ഐഡി ആയിരിക്കും വരെ. ഫേക്ക് ഐഡി എന്ന് പറഞ്ഞവരെ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ലൈക്ക് കൊടുക്കാണ്ട് അവിടെ ഇടും. ഒറിജിനൽ ഐഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് അവിടെ പിന്നൊന്നും ചെയ്യില്ല. ഞാൻ അവരുടെ പ്രൊഫൈലിൽ കയറും, അതേമാതിരി അവരുടെ ഫോട്ടോൻ്റെ താഴെ അതിനിപ്പോൾ അവർ കുട്ടിയുടെ കൂടെ ആയിരിക്കും അമ്മയുടെ കൂടെ ആയിരിക്കും അതല്ലാണ്ട് ഉദ്ദേശം അമ്മ എന്താണെങ്കിലും ഞാൻ അതിൻ്റെ താഴെ ഇടും. എനിക്ക് അങ്ങനെ ഇട്ടില്ലേ സമാധാനം കിട്ടില്ല.